ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ നാളുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരം ലുലു മാളിലെ PVRൽ ഒരു സിനിമ കാണാൻ നമ്മൾ പോകുന്നത്. ആദ്യമായിട്ടാണ് PVRലെ ലെറ്റ്സിയിൽ ഒരു സിനിമ കാണാൻ നമ്മൾ കയറുന്നത്. സാധാരണഗതിയിൽ ഈ തിയേറ്ററിൻ്റെ ഒരു ടിക്കറ്റിന് ഏകദേശം 500 രൂപയോളം വരും. അതുകൊണ്ട് തന്നെ ഞാൻ നൂൺ ഷോയുടെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ആ സമയത്ത് ഒരു ടിക്കറ്റിന് എനിക്ക് ഏകദേശം 430 രൂപയാണ് ചിലവായത്. സാധാരണഗതിയിൽ ഒരു സിനിമ കാണാൻ ഒരു ടിക്കറ്റിന് 430 രൂപ ചിലവാക്കുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. പക്ഷേ ഈ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ARM സിനിമ കാണാൻ വേണ്ടി ഈ തിയേറ്ററിലെ ടിക്കറ്റുകൾ നമ്മൾ ബുക്ക് ചെയ്തത്. ഈ തിയേറ്ററിൻ്റെ അകത്ത് സീറ്റിംഗ് കപ്പാസിറ്റികൾ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ റിസപ്ഷൻ ഏരിയയും കുറച്ച് ചെറുതാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വിശ്രമിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വായിക്കാൻ വേണ്ടി ബുക്കുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഫുഡ് കോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ ലിസ്റ്റും അതിൻ്റെ പ്രൈസും അടങ്ങിയ മെനുവും ആ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിനിമ കാണാൻ വന്ന ആൾക്കാരുടെ തിരക്ക് ക്രമേണ കൂടി വരികയായിരുന്നു. ഞാൻ ഇവിടുത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ബുക്ക് മൈ ഷോ എന്ന ആപ്പ് വഴിയാണ്. ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഞാൻ ആ സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ ഫുഡ് കോർട്ടുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്തത്. ഉടനെ അവർ എൻ്റെ ടിക്കറ്റുകൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അത് കാണിച്ചു കൊടുക്കുകയും അവർ ഇന്ന ഐറ്റങ്ങളല്ലേ നിങ്ങൾ ഓർഡർ ചെയ്തതെന്ന് ചോദിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു സാധനങ്ങളെല്ലാം നിങ്ങളുടെ സീറ്റിൽ നമ്മൾ കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതിനുശേഷം കൃത്യം 2:30 ആയപ്പോൾ നമ്മുടെ ഷോയ്ക്കുള്ള സമയമായി. തിയേറ്റർ നമുക്ക് വേണ്ടി അവർ തുറന്നു തരികയായിരുന്നു. നമ്മൾ നേരെ അകത്തോട്ട് കയറി. ഇത് 3D ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു 3D ക്ലാസ് തന്നു. നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി. ഞാൻ 2ാമത്തെ റോയിലുള്ള സീറ്റുകളാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇതുപോലത്തെ തിയേറ്ററിൽ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കയറുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് പോയപ്പോൾ എല്ലാ സീറ്റിലും ഓരോ തലയണ വെച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്ന് വേണമെങ്കിലും സിനിമ കാണാം, കിടന്ന് വേണമെങ്കിലും സിനിമ കാണാം. അതിനനുസരിച്ചുള്ള ഒരു തലയണയും അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൈഡിൽ നമുക്ക് 4 സ്വിച്ചസ് കാണാൻ സാധിക്കും. അതിൽ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഈ സീറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു ലൈറ്റ് ഉണ്ട്. അത് ഓണാക്കാനും ഓഫാക്കാനുമാണ് ഉപയോഗിക്കുന്നത്. 2ാമത്തെ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ് കോർട്ടുമായിട്ട് ബന്ധപ്പെടുത്താനാണ്. 3ാമത്തെ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സീറ്റിൻ്റെ കാൽഭാഗവും കഴുത്തിൻ്റെ ഭാഗവും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഈ സിനിമ ഇരുന്ന് കാണണമോ കിടന്ന് കാണണമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 4ാമത്തെ സ്വിച്ച് ഉപയോഗിച്ച് നമ്മുടെ ഇരിപ്പിടത്തിൻ്റെ ഹിപ്പൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ അത് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ ഓരോ സീറ്റിൻ്റെയും കൂടെയുണ്ട്. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടുകൂടി ആ സിനിമ കണ്ടങ്ങ് തുടങ്ങിയായിരുന്നു. സ്ക്രീനിൻ്റെ എക്സ്പീരിയൻസ് പറയേ വേണ്ട, അടിപൊളി എക്സ്പീരിയൻസാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല സ്ക്രീനിങ്, വിഷ്വൽ എഫക്റ്റ് നമുക്ക് ഇവിടുത്തെ തിയേറ്ററിൽ നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ ആദ്യത്തെ അവരുടെ പരസ്യങ്ങളെല്ലാം കാണിച്ചതിന് ശേഷം നമ്മുടെ ARM സിനിമ തുടങ്ങിയതും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന പോപ്കോണൊക്കെ അവർ നമുക്കിടെ കയ്യിൽ കൊണ്ടുവന്നായിരുന്നു. റിക്കി ആണെങ്കിൽ അത് നല്ല രീതിയിൽ ആസ്വദിച്ച് ആ സിനിമ കാണുകയും പോപ്കോൺ നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ തിയേറ്ററിൽ പോയി നിങ്ങൾ സിനിമ കാണണം. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.